മീറ്റ് വന്നതിന് ശേഷമാണ് ധർമ്മ കമ്മീഷൻ വരുന്നത്. അപ്പോഴെങ്കിലും ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഞങ്ങൾക്ക് സ്ത്രീകൾക്കെതിരെ ഇങ്ങനെ പറഞ്ഞ കാര്യം ഇത് എവിടെയെങ്കിലും ഇത് കൊണ്ടുപോയി ചെയ്യുമെന്ന് വിചാരിച്ചു. നമുക്ക് അമ്മയ്ക്ക് വേണ്ടി നിന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ, അപ്പോൾ അവർ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അവർ ചെയ്തില്ല. അത് ഞങ്ങൾ ചോദ്യം ചെയ്തു. അപ്പം നമ്മളൊരു പിന്നെ പെൺമക്കളൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയായിരുന്നു നമ്മൾ. അപ്പോൾ അതിനകത്ത് ഇത് ചർച്ച വന്നു. എവിടെ ആ CD എവിടെ, അല്ലെങ്കിൽ മറ്റേ കാർഡ് എവിടെയെന്ന് ചോദിച്ചിട്ട് പോയപ്പോഴത്തേക്ക് അതൊരു വലിയ ഇഷ്യൂ ആക്കി വന്നിട്ട് അതിനെ വേറൊരു ഇഷ്യൂവിനെ അതിനെ മൂടാൻ വേണ്ടി ഒരു ഇഷ്യൂ കൊണ്ടിട്ടിട്ട് അതിൽ നിന്ന് കുറച്ച് ആൾക്കാർ ലെഫ്റ്റ് അടിച്ചു പോയി. ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ 10-12 പേരെ ലെഫ്റ്റ് അടിച്ചു പോയി. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവരതിനെ, പിന്നെ അത് ചർച്ച ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു. പക്ഷേ അത് ഉഷ കഴിഞ്ഞ ഒരു പ്രസ് മീറ്റിൽ ഉഷ അത് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ഉഷ അത് പുറത്തോട്ട് പറയുന്ന, ഞാൻ സത്യം പറഞ്ഞുകൊണ്ട് അടുത്തൊന്നും പുറത്തൊന്നും പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങളല്ല. ഞങ്ങൾക്ക് ഉള്ളിൽ സംഘടനയുടെ ഉള്ളിൽ അതാ പറയുന്നത്, സംഘടനയുടെ ഉള്ളിലാണ് നമ്മളിത് പറയേണ്ടത്, ഇത് പുറത്തോട്ട്. പക്ഷേ ഈ സംഘടനയുടെ ഉള്ളിൽ പറയാതെ ഇതിനെ ചോദ്യം ചെയ്തപ്പോഴൊക്കെ ഭദ്രമായിട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനെ ഇത്ര സീരിയസ് ആയിട്ട് എനിക്ക് തോന്നുന്നത് അന്ന് ഈ പറയുന്ന ഇത് ഇത്ര സീരിയസ് ആവും കാര്യം കുക്കെന്ന് പറയുന്ന ആളിപ്പം അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ വന്നത്. അപ്പോൾ അവർ ചോദിക്കുന്നത് അത് എങ്ങനെയാണ് അത് ശരിയാവുക, അവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ അരിക്കാൻ അർഹതയല്ലല്ലോ. അപ്പോൾ എന്ത് നമുക്ക് പെൺകുട്ടികൾക്ക് എന്ത് അല്ലെ നമ്മുടെ പെണ്ണുങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വം ഉള്ളത്? നമുക്ക് ഒരു നീതി ഒരിടത്തും മേടിച്ച് തന്നുമില്ല. ഇതെല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഇത് ആർക്കൊക്കെ എതിരെ തിരിയുന്നുണ്ടോ നമുക്കറിയത്തില്ല. പല ആൾക്കാർ അത് അന്ന് ഒരു ദിവസം പറച്ചിൽ മാത്രമേ ഉണ്ടായുള്ളൂ. സബ് കമ്മിറ്റിയിൽ ഞങ്ങൾ ഇത്ര പേര് വന്നപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാർ ഞങ്ങളുടെയൊക്കെ പേരുകൾ പറഞ്ഞതിന് വലിയ പ്രശ്നം ഉണ്ടാക്കി ചെന്നിട്ട്. അപ്പം ഞങ്ങളെ അറിയിക്കാതെ കാരണം ഈ സബ് കമ്മിറ്റി ഉണ്ടാക്കിയ കാര്യം ഇത്രയും വന്ന സ്ത്രീകൾ അറിഞ്ഞിട്ടില്ല, അറിയാതെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് സബ് കമ്മിറ്റി വന്നൊന്ന് ന്യൂസ് ചാനൽ നമ്മുടെ ചാനലിൽ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ എഴുതി വരുമ്പോഴാണ് ഇവർ അറിയുന്നത്. അപ്പം തന്നെ പുറത്തിറങ്ങി അത് പ്രശ്നമായി. പിന്നീട് അത് ക്യാൻസൽ ചെയ്തിട്ട് വേറെ കമ്മിറ്റി നിയോഗിച്ചു അമ്മയ്ക്കുള്ളിൽ. ഞങ്ങളുണ്ടായില്ല. ഞങ്ങൾ ആ പറച്ചിൽ മാത്രം ആ ഒരു എത്ര സെക്കൻഡ് ആ ഒരു സമയത്തേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ പേരുകൾ. പിന്നീട് അതിനകത്ത് വേറെ ആൾക്കാരാണ് വന്നത്, ഞങ്ങളല്ല വന്നത്. പക്ഷേ ഇങ്ങനെ CD എടുത്തെങ്കിൽ അത് നമ്മുടെ കയ്യിൽ തന്നിട്ടില്ലല്ലോ, അത് അവർ കുക്ക് പരമേശ്വരം കൊണ്ടുപോകല്ലേ ഇത്. ഞാനും പിന്നെ ലളിത ചേച്ചി പിന്നെ മഞ്ജുപിള്ള ഞങ്ങൾ ഇല്ലില്ല. കുക്ക് പരമേശ്വരൻ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ക്യാമറയും കൊണ്ടുവന്ന് കുക്ക് പരമേശ്വരനോട് ആരാ ഇത് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞ ആരാ? അല്ല 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 അത് അല്ല ഒരിക്കലും അല്ല. അധികാരികളെന്ന് ഇവർ പറയുന്നത് അന്ന് അവർ ഒരു വാർത്താ സമ്മേളനത്തിൽ ഞങ്ങളുടെ പേര് പറഞ്ഞെങ്കിലും പിന്നീട് അത് മുന്നോട്ട് ഇത് ഞങ്ങൾക്കൊന്നും ഒരു സ്ഥാനവും ഇല്ലായിരുന്നു. കാരണം അപ്പം തന്നെ അത് പ്രശ്നമായി. ആരോട് ചോദിക്കാതെ അവർ ചെയ്തേ, ആരോടും ചോദിക്കാൻ ചെയ്തപ്പോഴത്തേക്ക് അത് ക്യാൻസലായിപ്പോയി. പിന്നീട് അതിനകത്ത് വേറെ ആൾക്കാരാണ് നിയോഗിക്കപ്പെട്ടത്. അത് നിങ്ങൾക്ക് ആ വാർത്ത ആ സമയത്തുള്ള വാർത്ത ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. അതിനകത്ത് പകരം ആരൊക്കെ വന്നതെന്നുള്ളതിന് കൃത്യമായ കാര്യങ്ങൾ പഴയ വീഡിയോസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാവില്ലേ. കുക്ക് പരമേശ്വരനെ ആരും അറിയിച്ചില്ലെങ്കിൽ പിന്നെ കുക്ക് പരമേശ്വരൻ എന്തിനാണ്? ഇപ്പം ഞാൻ ചോദിച്ചു, ഇനി ഞാനാണ് വിളിച്ചിട്ട് കുക്ക് പരമേശ്വരൻ വന്നെന്ന് തന്നെ വിചാരിക്കുക. പിന്നെ കുക്ക് പരമേശ്വരൻ ഈ ക്യാമറയും കൊണ്ട് വരേണ്ട കാര്യം എന്താ ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇല്ലില്ല. ഞങ്ങൾ എന്നെ പ്രിയങ്ക വിളിക്കുക, പൊന്നു കുക്ക് പരമേശ്വരൻ വിളിച്ചു, പൊന്നു പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു പോയേക്കാം, നമ്മുടെ സ്ത്രീ കൂട്ടായ്മയല്ലേ, ഇവിടെ ഹോളിഡേയിൽ വെച്ചിട്ടാണ്, നമുക്ക് വാ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ ചേഞ്ച് വിളിച്ചാണ് ഞങ്ങൾ പോകുന്നത്. പൊന്നു ആരും ഞാൻ പറഞ്ഞു എന്നെ കുക്ക് വിളിച്ചു, പ്രിയങ്ക എന്നെ കുക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കുക്കുവാണ് വിളിച്ചേക്കുന്നത്, ഞാൻ മാത്രം കുക്കുവിനെ വിളിച്ചെന്ന് പറയാൻ എനിക്ക് മനസ്സിലാവാത്തത്. ഈ എണ്ണത്തിൽ എത്ര പേരുണ്ടോ അവരെല്ലാം കുക്ക് പരമേശ്വരനെ വിളിച്ചേ, ഞാൻ മാത്രം കുക്കുവിനെ വിളിച്ചത് മാത്രം. അതിന് മാത്രം ലോജിക്കില്ലാണ്ട് പോയത്. എനിക്ക് ഒരു കുക്കുവിനെ വിളിക്കാമെങ്കിൽ എനിക്ക് ബാക്കിയെല്ലാവരും എനിക്ക് വിളിക്കാമല്ലോ. അപ്പോൾ എന്തിനാണ് കുക്ക് ഇങ്ങനെ കള്ളം പറയണേ? ഇവർ ഇതിനെ എന്തിനാണ് ഇവർ പേടിക്കുന്നേ? അല്ല ഹോളിഡേയിൽ അല്ല, നമ്മളവിടെ ഒരു ചെറിയ ഹോൾ എടുത്തിട്ട് അതിനകത്തായിരുന്നു നമ്മൾ ലേഡീസ് എല്ലാം കൂടെ അതിനകത്തിരുന്ന് എല്ലാവരും ഉണ്ടായി ഒരുമിച്ച് എല്ലാവരും ഇരിക്കുകയോ ചെയ്തേ. ഇല്ല വേദി നമ്മൾ ഈ പറയുന്ന ആൾക്കാരുകളും നമ്മുടെ ഈ പറയുന്ന കുക്ക് പറയും. ഇപ്പോൾ ഈ ആക്ച്വലി ഓരോരുത്തരോട് പറഞ്ഞു മീറ്റുമൊക്കെ ഇറങ്ങിയില്ല, നിങ്ങളുടെയൊക്കെ ഓരോരോ കാര്യങ്ങൾ പറയൂ, നിങ്ങളെ അനുഭവങ്ങൾ പറയൂ എന്ന് പറയുമ്പോൾ അത് എനിക്ക് മുന്നാലെ മറ്റു പലരും ഇതിനെപ്പറ്റി പറയാൻ നിങ്ങളോട് നാളെ എല്ലാ ആൾക്കാരുണ്ടോ? കാരണം എൻ്റെ കണക്കൂട്ടിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഒന്ന് ഒരു 10, 15, 18, 20 താഴെ ഉണ്ടാവും. എനിക്ക് ചിലപ്പോൾ എണ്ണം കുറയാൻ കൂടാം കേട്ടോ, അതെനിക്ക് പറയാൻ അറിയത്തില്ല. ഞങ്ങളെല്ലാം കൂടെ കൂടി ചേർന്നിട്ട് അതിൽ കുറേ ആൾക്കാർ അവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും പറഞ്ഞു അതിനകത്തിരുന്നിട്ട്. ഈ സങ്കടങ്ങൾ എവിടെയെങ്കിലും അഡ്രസ്സ് ചെയ്തെന്ന് ചോദിച്ചു നിങ്ങൾ അതിന്റെ ഒരു അധികാരികൾ എന്ന നിലയ്ക്ക് എവിടെയെങ്കിലും ജനറൽ ബോഡിയിലോ അതല്ലെങ്കിൽ എക്സിക്യൂട്ടീവിലോ എവിടെയെങ്കിലും ഇത് പറഞ്ഞു? എന്നറിയാമോ, ഞങ്ങൾക്ക് പറയാൻ അധികാരം ഇല്ല. ഞാൻ പറഞ്ഞു അപ്പം തന്നെ അനൗൺസ് ചെയ്തു, അപ്പം തന്നെ ഇവരെ ഇറങ്ങിയിട്ട് ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനൊരു കമ്മിറ്റി രൂപീകരിച്ച് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് അതിനുള്ളിൽ ആൾക്കാർ തന്നെ പ്രശ്നം ഉണ്ടാക്കി ചെന്നിട്ട് അപ്പം തന്നെ അത് ക്യാൻസലായിട്ട് വേറെ ആൾക്കാരെ നിയോഗിച്ചു അതിനുള്ളിൽ.
ഏതാ അഡ്രസ് ചെയ്യപ്പെടേണ്ടുന്നത് സിനിമാ മേഖല അഡ്രസ് ചെയ്യപ്പെടേണ്ടുന്നത് അല്ല പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നോ? ഇല്ല എങ്ങനെ മനസ്സിലായില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ വന്ന പരാമർശങ്ങൾ പോലെ അത്രയും അഡ്രസ് ചെയ്യപ്പെടേണ്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ അന്ന് വേദിയിൽ ഗുരുതരമായ ആരോപണങ്ങൾ ആരെങ്കിലും ഉന്നയിച്ചിരുന്നു? അല്ല, കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആരൊക്കെയാണെന്ന് ഇപ്പോൾ അത് ഞാൻ വ്യക്തമാക്കുന്നില്ല. അത് ഞങ്ങൾക്ക് ആ കാർഡ് കിട്ടണം. കാരണം ആ കാർഡും കൊണ്ട് അവർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉൾപ്പെടെ അതായത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പ്രതികരിച്ചത്. അതിന് കാരണം എന്ന് നമ്മളോട് പറഞ്ഞത് ആ ഒരു ഷോ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതിന്റെ പ്രാക്ടീസിലായിരുന്നു, അതുകൊണ്ട് വേണം എന്നായിരുന്നു, പക്ഷെ സമയം വേണം എന്നായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ മീറ്റിംഗിൽ വെച്ചിട്ട് അന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്ന ജോമോള് ഇങ്ങനെ സിനിമാ മേഖലയിൽ എനിക്കുൾപ്പെടെ ആർക്കും ഇത്തരം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല, എന്റെ ഇങ്ങനെയാണ് പറഞ്ഞത്, പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് എന്റെ വാതിലിന്റെ മുന്നിൽ ആരും കൊട്ടിയിട്ടില്ല, അത് മറ്റുള്ള ആളുകൾ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഈ പ്രശ്നം അതായത് ഇപ്പം മാഡം പറയുന്ന ഈ പ്രശ്നം ഇത് നേരത്തെയും അമ്മയിൽ ചർച്ച ചെയ്തിട്ടുണ്ടാവണമല്ലോ, എങ്കിൽ ഇങ്ങനൊരു ഇത് പരസ്യമായി ഇങ്ങനെ പ്രതികരണം നടത്തിയപ്പോൾ അതിനെതിരെ അവിടുത്തെ ഒരു സ്ത്രീകളും ചോദിച്ചു. അല്ല, ആക്ച്വലി ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്ന സമയത്ത് ഞാൻ ഈ കുക്കു പരമേശ്വരനെ വിളിച്ചതാണ്. ഞാൻ ഈ കുക്കു പരമേശ്വരനായിട്ട് എനിക്ക് അവരുടെ ചില രീതികൾ എനിക്ക് ഇഷ്ടപ്പെടാതെ വന്നു. കാരണം നമ്മൾ ന്യായത്തിൻ്റെ ഭാഗത്തല്ല നിൽക്കുന്നത്. അപ്പം ഞാൻ കുക്കു പരമേശ്വരൻ ഞാൻ ഇപ്പം നമുക്ക് സ്ത്രീകളൊക്കെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും രണ്ട് വാക്ക് പറയാം പറഞ്ഞു. അപ്പോൾ പറയും, പൊന്നൂസേ മിണ്ടാണ്ടിരി, അവിടെ മിണ്ടരുത്, പൊയ്മുഖങ്ങളൊക്കെ അഴിഞ്ഞു വീഴട്ടെ, മിണ്ടരുതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത്, അയ്യോ നമ്മുടെ ആൾക്കാർ വിഷമിക്കുന്നല്ലോ, എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്ക് വിഷമം ഉണ്ടായി. ആ വിഷമം ഞാൻ എന്നിട്ട് നമ്മുടെ ലക്ഷ്മി പ്രിയ, നമ്മുടെ നമ്മുടെ അൻസിബ, ഇവരെയൊക്കെ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നമുക്കൊരു പ്രസ് മീറ്റ് കൊടുക്കാം പെണ്ണുങ്ങൾക്ക് ഒരു. അപ്പോൾ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവർക്കൊക്കെ പല പല സമയങ്ങൾ ഞാൻ ഉദ്ദേശിച്ച സമയത്ത് കിട്ടിയില്ല. അപ്പോഴാണ് ഞാൻ കേരള കമ്മിറ്റി 2 ഇൻ്റർവ്യൂ കൊടുക്കുക. ഞാനാണ് ഫസ്റ്റ് സമയത്ത് 2 ഇൻ്റർവ്യൂ തുറന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുക 2. അപ്പം അന്നേരം ആരും ഒരാൾ ഈ ഹേമ കമ്മീഷൻ വന്നപ്പോൾ പെണ്ണുങ്ങളോ ആണുങ്ങളോ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി മാത്രമേ ഞാൻ സംസാരിച്ചത്. എല്ലാം കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്കത് കേരള കമ്മിറ്റിയിലെ എടുത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാനാണ് പറയുന്നത്. പറഞ്ഞതിന് ശേഷം പിന്നീട് ആരും ഇതിനെപ്പറ്റി ഒരു വാക്ക് പറയുന്നില്ല. ഇപ്പോഴാണെങ്കിൽ ഓരോരോ കാര്യങ്ങൾക്ക് ഓരോ നമ്മുടെ അമ്മയിലെ പെണ്ണുങ്ങൾ ഒച്ചിട്ട് നടക്കുമ്പോൾ ഞാൻ വിചാരിക്കും, ഞാൻ ചോദിച്ചവരോട് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ നിങ്ങളുടെ ആരുടെ ശബ്ദം പുറത്തോട്ട് വന്നില്ലല്ലോ, എല്ലാവരും ഓടി ഒളിക്കുകയോ ചെയ്തത്, ആരും ഒരു അക്ഷരം പറഞ്ഞില്ല. അന്നും മീഡിയയുടെ മുന്നിൽ ഇൻ്റർവ്യൂ കൊടുത്ത 2% ഞാനേ കൊടുത്തിട്ടുണ്ട്, വേറെ ആരും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പം ഞാനപ്പം ഇത് ചോദിച്ചു എന്തുകൊണ്ട്, അപ്പം പിന്നെ പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തേം എന്താ ഇവരിങ്ങനെ എപ്പോഴും പറയുന്നത് ഇങ്ങനെ. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിംഗ് 30 വർഷമായി ഞാൻ അമ്മയുടെ മെമ്പറായിട്ട്, 31 വർഷമായി അമ്മ രൂപീകരിച്ചിട്ട്. ഞാൻ ആദ്യമായിട്ട് അമ്മയുടെ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ മൈക്കിൻ്റെ മുന്നിൽ ആദ്യമായിട്ട് ഞാൻ പ്രസംഗിക്കുന്നത്. ഞാൻ പറയുകയാണ്, നമുക്കൊരു കൂട്ടായ്മ ഇവിടെ ആവശ്യമാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ. കാരണം സ്ത്രീകൾ പല കാര്യങ്ങളും നമ്മളൊരു വർഷം കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ ആരും പരസ്പരം ഒന്നും അറിയുന്നില്ല, കാണുന്നില്ല, കാരണം വിശേഷം അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു കൂട്ടായ്മ, ഇപ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടായി, നമുക്ക് ഗ്രൂപ്പിലോട്ട് എല്ലാവരും അറിഞ്ഞു. അപ്പോൾ ഒരു കൂട്ടായ്മ നമുക്ക് ആവശ്യമാണ്, നമുക്കൊരു പെണ്ണുങ്ങളുടേതായ ഒരു കൂട്ടായ്മ നമുക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും വാട്സപ്പ് കൂട്ടായ്മ എല്ലാവരും കൈയടിച്ചു, എന്നെ പ്രോത്സാഹിപ്പിച്ചു. അതിനുശേഷം നമ്മൾ ആ ഗ്രൂപ്പ് തുടങ്ങി. നമ്മൾ എന്ത് കാര്യം നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോഴാണ് ഈ മറ്റേ പ്രശ്നങ്ങൾ വന്നത്, ചർച്ച വന്നപ്പോഴാണ് ഇവർ കുറേ പേര് ഇറങ്ങി. അപ്പം തന്നെ ലെഫ്റ്റ് അടിച്ച് അതിനകത്ത് തന്നെ പോയി. മനസ്സിലായോ? ഒരു പ്രശ്നം ഇപ്പോൾ പറയുന്നത്, നിങ്ങൾ ദുരനുഭവങ്ങൾ പലരും തുറന്നു പറഞ്ഞു, അത് റെക്കോർഡിക്കലി ഉണ്ട്, പക്ഷെ അതെവിടെയാണെന്ന് അറിയില്ല, അത് ദുരുപയോഗം ചെയ്യുമെന്ന് നിങ്ങൾക്ക് പേടിയുണ്ട്. കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല, കാരണം ഇത് കിട്ടിയിട്ട് പിന്നെ നാളെ ഒരിക്കലും ആരെങ്കിലും ഇങ്ങനെയൊക്കെ എടുത്തിട്ട് ആൾ ഇപ്പം ആരോപണങ്ങൾ വേറെ ആൾക്കാരുടെ ദേഹത്തോട്ട് നമ്മൾ ചെയ്യുമ്പം അത് ഞങ്ങൾക്ക് പേടിയാൻ തുടങ്ങി. കാരണം ഇത് ഇവരുടെ ഉണ്ടായിട്ട് ഇവരെന്ത് ചെയ്യും, ഇത് നാളെ ഇവർ ഇതിനകത്തിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നാളെ വന്നാൽ മറ്റുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇത് ബാധിക്കും. നമുക്ക് ടെൻഷനാണ്. ഞാൻ അമ്മേൻ്റെ രീതിയിൽ ഞാൻ 2 പെൺകുഞ്ഞുങ്ങളുടെ 3 മക്കളുണ്ട്, 2 പെൺകുഞ്ഞുങ്ങളുടെ അമ്മയും ഞാനും. അപ്പോൾ എനിക്കതൊരു വിഷമം നേരിട്ട് ഇത് കേട്ടപ്പോൾ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊന്നും ഇപ്പോൾ പറയാനിരുന്നൊരു കാര്യങ്ങളല്ല. ഇതിനിപ്പം ഇതെല്ലാം സംസാരിക്കേണ്ടത് ജനറൽ ബോഡി. ഇപ്പോൾ കുക്കു ഇത് പറഞ്ഞപ്പോൾ ഇതിന് മറുപടി പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം ഇതിൻ്റെ ഒരു സത്യാവസ്ഥ പറയണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, സത്യസന്ധമായ കാര്യങ്ങൾ ഇതാണ്. ഞങ്ങൾ 3 പേരെ അവർ രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അപ്പം തന്നെ അത് ക്യാൻസലായി ആയിട്ട് പിന്നെ അടുത്ത 3-4 പേരെയാണ് അതിനകത്ത്. നിങ്ങൾക്കത് സമയമില്ല, വാർത്തകൾ എടുത്ത് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. എല്ലാ ചാനലും അത് അന്നേരം അത് പ്രസൻറ്റ് ചെയ്തായിരുന്നു ന്യൂസിലെല്ലാം. അപ്പോൾ ചേച്ചിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടോ ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടതാണ്? ഇപ്പോൾ ചില ഈ പറഞ്ഞ പോലെ പൊയ്മുഖങ്ങളൊക്കെ അഴിഞ്ഞു വീഴണം എന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഈ അഴിഞ്ഞു വീണ പൊയ്മുഖങ്ങളിലുണ്ടോ ഈ പറഞ്ഞ പരാതിക്കാർ പറഞ്ഞ ആരോപണ വിധേയം? അല്ല, കുറച്ച് ആൾക്കാരുടെ പേരുകൾ അവർ കുറച്ച് പറഞ്ഞിട്ടുണ്ട് അവർ. അപ്പോൾ അതിനകത്ത് ഞാൻ പറയുന്നത് കുക്കു 2 ഇടത്ത് നിന്ന് കളിക്കരുത്, എനിക്കത് ഇഷ്ടമല്ല. നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനാണത് വീഡിയോ പിടിച്ചത്, എൻ്റെ കയ്യിലുണ്ടത്. അങ്ങനെ പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാവണം.
ഇത് മറ്റുള്ളവരുടെ മുന്നേ മരിച്ചുപോലെ എലിച്ചേച്ചിയുടെ കയ്യിലായിരിക്കും സിം കാർഡ്, അല്ലെങ്കിൽ പൊന്നമ്മോവൻ്റെ കയ്യിലായിരിക്കും സിം, അല്ല മഞ്ജുപ്പിള്ളയുടെ കയ്യിലായിരിക്കും സിം കാർഡ് എന്ന് പറയുന്ന തല വരുന്ന കുക്കിന് പറ്റത്തില്ല. ഞാനൊരാൾ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത്, ലേഡീസ് ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഒരുമിച്ച് നിന്ന് പറയട്ടെ. അത് ഞാനാണ് എൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ കുക്ക് പരമേശ്വരനാണ് അല്ല ഇതൊക്കെ ചെയ്തെന്നുള്ള രീതിയിൽ അങ്ങനെ ആർക്കും വരുത്തി തീർക്കാൻ പറ്റില്ല. കമ്മിറ്റിക്ക് നിലനിൽപ്പില്ലായിരുന്നു, അത് പിരിച്ചുവിട്ടുവെങ്കിൽ ഇന്നിപ്പോൾ ഇടവേള ബാബു എന്തുകൊണ്ടാണ് ഈ പൊന്നമ്മ ബാബുവിന്റെ പേരുള്ള സബ് കമ്മിറ്റിയുടെ പേരെടുത്ത് പറയുന്നത്? അറിയത്തില്ല, അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കും. അല്ല പിന്നെ ഞാനെന്താ, കാരണം അവരുടെ ആ കമ്മിറ്റി ഇപ്പോൾ അന്ന് ശരിയാണ്, ആ കമ്മിറ്റി ഒരു മാസമെങ്കിലും ആ കമ്മിറ്റി നിന്ന് വർക്ക് ചെയ്തെങ്കിൽ ശരിയാ. നമ്മൾ ഇത് അപ്പം തന്നെ അവിടെ ന്യൂസ് വന്നു, അപ്പോൾ തന്നെ അവിടെ കുറേ പേര് പ്രശ്നം ഉണ്ടാക്കി. അവരോട് ആലോചിക്കാതെയാണ് ഈ പേരുകൾ ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. പരാതി സെല്ല അങ്ങനെ എന്തോ ഒരു അതിന് പേര് അത് സ്വീകരിച്ച് അത് ഇന്ന ആൾക്കാരാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ പെണ്ണുങ്ങൾ കുറച്ച് പേര് കിടന്ന് പ്രശ്നം ഉണ്ടാക്കി. അത് പിന്നെ അത് ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ അമ്മയുടെ ആ കൊടുത്ത എക്സിക്യൂട്ടീവിൽ അടുത്ത 3-4 പേരെയാണ് അതിനകത്ത് ഉള്ളിൽ ആക്കിയത്. അല്ല, നമുക്കിപ്പോൾ ചോദിക്കാനുള്ളത് ഇടവേള ബാബുവിനോടും കുക്ക് പരമേശ്വരനോടും. ഇടവേള ബാബുവിനോടും കുക്കിൽ വയ്ക്കുമ്പോൾ സേഫായിട്ട് കയ്യിലുണ്ടെന്നല്ലേ അവർ പറയുന്നത്. അവർ പറയുന്നത് സേഫായിട്ടുണ്ട്. പിന്നെ ഒരിക്കൽ കുക്കിനോട് വെച്ച് പറഞ്ഞു അത് നശിപ്പിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും പേടിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുക്കു ഇപ്പോൾ ഈ ഇതിൻ്റെ ഇലക്ഷനിൽ ഒരു സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്കെല്ലാം ഒരു ഭയമായി. കാരണം ഇത് കയ്യിലിരിക്കുകയാണ്, ഇനി അത് അവിടെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമോ, കുഞ്ഞുങ്ങൾ നമ്മൾ സേഫായിട്ട് ഒരു 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 വീടെന്ന് പറയുമ്പോൾ ഒരു നാഥ എന്ന് പറയുമ്പോൾ അവർ സംരക്ഷിക്കേണ്ടവരായിരിക്കണ്ടേ. അല്ല ഇങ്ങനെ കുറേ ആൾക്കാരെ വഞ്ചിച്ച് ഇങ്ങനെ ഞങ്ങളെ പൊടി തപ്പി മറ്റുള്ളവരുടെ പേരിലോട്ട് അത് വെച്ച് അത് അങ്ങനെയല്ല. തീർച്ചയായും അത് മുന്നോട്ട് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. നിങ്ങൾ വിചാരിക്കണം, നമ്മൾ അമ്മ പോലത്തെ ഒരു സംഘടനേനെ വേറെ ആൾക്കാർ ഓരോരുത്തർ ഇറങ്ങിയിട്ട് അതിലുള്ള ആൾക്കാർ ഇവർ നോക്കുന്നില്ലല്ലോ എൻ്റെ വിചാരം. ജയിക്കാൻ വേണ്ടിയിട്ടും വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവർ ഇങ്ങനെയുള്ള ഓരോരോ പ്രസ്താവന ഇറക്കുന്നത്. ഞാൻ ഇലക്ഷന് നിൽക്കുന്നില്ല, വോട്ട് പിടിക്കാനാണ് ഇങ്ങനെയൊക്കെ പറയാനാണ്. നമുക്കിപ്പോൾ ഉള്ളത് ഒരു പെൺമക്കൾ എന്ന് പറഞ്ഞ വാട്സപ്പ് കൂട്ടായ്മയാണ്. അത് ഞാനും പക്ഷേ എല്ലാവരോടും ചേർന്ന് ചെയ്ത സാധനം. അത് പിന്നീട് പറഞ്ഞത് ബാബുരാജിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു ഗ്രൂപ്പാണ്. ബാബുരാജ് അറിയുന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ബാബുരാജ് കൊള്ളാലോ അടിപൊളി എന്ന് പറഞ്ഞു ബാബുരാജ്. അതിനകത്ത് നമ്മൾ വോട്ടിൻ്റെ കാര്യങ്ങൾ ഒരു വാരം സംസാരം. ഇപ്പോൾ പിന്നെ പിള്ളേരുകൾ നിൽക്കുന്നവർ ഇപ്പോൾ ഓരോ കാർഡൊക്കെ ഇട്ട് വിജയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് പിള്ളേർ ഇടുന്നുണ്ട്. ആ ഗ്രൂപ്പ് ഞങ്ങൾ നന്നായിട്ട് നല്ല വയസ്സായ അമ്മമാർ കുറേ ഉണ്ട്. എനിക്ക് സങ്കടത്തില്ല, കുറേ അമ്മമാർ അതിനകത്ത് പറയുന്നു, മക്കളെ മക്കളെ ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന അങ്ങനെ കാലൊക്കെ മാറ്റി വെക്കാൻ ഓനൗസപ്പ് ചേച്ചി ഇരിപ്പുണ്ട്. അപ്പം ഒരാൾ താഴെ ബാബുരാജ് പെട്ടെന്ന് മാറി എന്നറിഞ്ഞപ്പോൾ അമ്മമാർക്ക് ഭയങ്കര ആദിയായി. കാരണം ഇത് ഇനിയുള്ള കാര്യങ്ങൾ എങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരടുത്തയാൾ വന്ന് അത് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, അവരിനി ചെയ്ത് കാണിക്കണ്ടേ. ഇപ്പോൾ ഇടവേള ബാബു 10-25 വർഷക്കാലം അമ്മയുടെ സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ട് ഇടവേള ബാബു 25 വർഷം കൊണ്ട് ചെയ്ത കാര്യം ബാബുരാജിൻ്റെ ടീം, ബാബുരാജ് ഞാൻ പറയില്ല, ബാബുരാജ് ടീം 10 കൊല്ലത്തെ കാര്യം 1 കൊല്ലം കൊണ്ട് അവർ ചെയ്തു. കുടുംബസംഗമം, വനിതാ സംഗമം, പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജീവിനി മരുന്ന് എല്ലാവർക്കും ഉള്ളത്. അതൊക്കെ ഒരു കൊല്ലം കൊണ്ട് പിന്നെ 122 പേർക്ക് പെൻഷൻ, കുറേ പേര് മരിച്ചുപോയി. അതുകൊണ്ട് ആ പെൻഷൻ കുറേ പേർക്ക് കൂടെ കൊടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയായിരുന്നു. പിന്നെ പെൻഷൻ കൂട്ടാനിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇനി വരുന്ന ആൾക്കാരുകൾ ഇതൊക്കെ ചെയ്യണം. പിന്നെ ഓപ്പറേഷൻ ചെയ്യാൻ കഴിഞ്ഞ ആൾക്കാർ ഇരിപ്പുണ്ട് വീട്ടിൽ. പിന്നെ ഇതിൻ്റെ മെഡിക്ലെയിമും കാര്യം ചെയ്ത് കൊടുക്കേണ്ട ആൾക്കാരുകളുണ്ട്. കാല് രണ്ടും മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഓമനൗസപ്പ് ചേച്ചി ഇരിപ്പുണ്ട്. ഇനി അവരുടെ കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യണം. ഇത് പിന്നെ തീർച്ചയായും കുറേ ആൾക്കാരുകൾ പിന്നെ തീർച്ചയായും പിന്നെ അതൊക്കെ ഇവർ നമ്മളിലോട്ട് കൊണ്ടുതന്ന് നമ്മളന്ന് കമ്മിറ്റി രൂപീകരിച്ചു. നമ്മളിലാണ് ഇതെല്ലാം എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മുടെ സഹപ്രവർത്തകരാണ്. എന്നിട്ട് ഈ സഹപ്രവർത്തകരൊക്കെ ഇങ്ങനെയൊക്കെ എനിക്കൊരു മീഡിയയുടെ മുന്നിൽ വന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. കാരണം ഇന്നലെ അത് ഇങ്ങനെ ഇത്രയും പറയാൻ കാര്യം ഇന്നലെ എൻ്റെ പേര് അതിൽ പരാമർശിച്ചു. ഞാൻ ഒന്നിനുമില്ലാതെ ഇരുന്ന് എല്ലാത്തിനും നല്ലതായിട്ട് കാണുകയും നല്ലതായിട്ട് ചിന്തിക്കുകയും ചെയ്യുന്ന, എപ്പോഴും എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു പേര് ഇന്നലെ വന്നപ്പോഴത്തേക്ക് എനിക്കത് എന്നിത് വിഷമം ഉണ്ടാക്കി. കാരണം സത്യസന്ധമായ അല്ലാത്ത കാര്യം കുക്കു പരമേശ്വരന് ഒരു നുണയില്ല, ഒരു ഉളുപ്പും ഇല്ലാതെ ഒരു ചാനലിൻ്റെ മുന്നേ ഒന്ന് പറയുക. അവർക്ക് എങ്ങനെ പറയാം? അവർക്ക് ദൈവം വെച്ചിരിക്കുന്ന വേറെ വല്ലതും കേട്ടോ. നമ്മളൊരു കാര്യം മനസ്സിലാക്കി, ഈ ലോകത്ത് നമ്മൾ എന്ത് ചെയ്താലും ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ. പിന്നെ പോകണം അല്ലേ, അങ്ങനെ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം ഇങ്ങനെയൊക്കെ ആരോപണങ്ങൾ വരുമ്പോഴത്തേക്ക് ഇത് ഞാൻ മാത്രമല്ല, വേറെ ഒരുപാട് സ്ത്രീകളുണ്ടേ. അത് തീരുമാനിച്ചിട്ടില്ല, എങ്ങനെയാണെന്നുള്ളത് അറിയിച്ചിട്ടില്ല അവർക്ക്. മെമ്മറി കാർഡ് എവിടെയെന്നും മെമ്മറി കാർഡിൽ പറഞ്ഞ കാര്യങ്ങൾ പുറത്തു വരണം എന്നും പറഞ്ഞ ആരെങ്കിലും രംഗത്ത് വന്നിരുന്നു ചേച്ചിയെ സമീപിച്ചിരുന്നു? ഇല്ല, എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഈ നമ്മളെ ഉഷയും നമ്മുടെ ഗ്രൂപ്പിനകത്ത് മറ്റേ നമ്മുടെ
ഒന്ന് രണ്ട് ആൾക്കാരുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, കാരണം അവരെല്ലാം നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടി വരും, നിങ്ങളെല്ലാം വിളിച്ച് സംസാരിക്കേണ്ടി വരും അവരുമായിട്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഇത് വെച്ചപ്പോൾ അവരുടെ ആദ്യം അവരതിൽ കൊണ്ടുവന്നു. എവിടെ ഞങ്ങളിപ്പോഴും പേടിക്കുകയാണ് എവിടെ എന്ന് ചോദിച്ചപ്പോഴും അനങ്ങിയില്ല ഈ കക്ഷിക്ക് മനസ്സിലായി, ഈ കക്ഷിയെ പറയണമെന്ന് മനസ്സിലായി. പിന്നെ എന്തിനാ ഗ്രൂപ്പ് വിട്ടുപോയത്? എന്തിനാ വേറൊരു ചെറിയ ഇഷ്യൂവിനെ അത് വലുതാക്കി ഇതിനെ മറയ്ക്കാൻ വേണ്ടി ആ ഗ്രൂപ്പിൽ കൊണ്ടുവന്നു. പിന്നെ ഒരു ഗ്രൂപ്പ് നന്നാക്കിക്കൊണ്ട് പോകാൻ സമ്മതിക്കില്ല, അതിനെ തല്ലി ഭിന്നമാക്കിയിട്ട് പോകാൻ മാക്സിമം ശ്രമം നടത്തി. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അതിനകത്ത് നല്ല ശാന്തവും സമാധാനവുമായിട്ട് ഈ അമ്മമാരുടെ ഒരു ഗുഡ് മോർണിംഗ്, അവരുടെ ഒരു ചെറിയ പാട്ട് വൈകുന്നേരം ഞങ്ങളുടെ പാട്ടൊക്കെ പാടി ഞങ്ങൾ സന്തോഷമായിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് പോകുന്നു. അപ്പോൾ അതിനുള്ളിൽ വന്ന കാര്യം, അപ്പോൾ അത് വീണ്ടും എൻ്റെ പേര് പുറത്തോട്ട് വന്നതുകൊണ്ടാണ് എന്നെ കുറേ പേര് വിളിച്ചപ്പോൾ ശരി ഞാൻ എന്തായാലും സത്യം പറയണമല്ലോ, ഇനി നാളെ മറ്റന്നാളും ഒക്കെ ആയിട്ട് പല ആൾക്കാരുകൾ നിങ്ങൾക്ക് സമീപിക്കാം. പിന്നെ തീർച്ചയായും ഒക്കെ ഒറ്റക്കേട്ടാ അല്ലാതെ ഇത് ഇലക്ഷന് വേണ്ടി അവർ കുറേ പേര് അങ്ങനെ തിരിഞ്ഞ് നിൽക്കുക, മനസ്സിലായിട്ടില്ല ജയിക്കാൻ വേണ്ടിയിട്ട്. ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ പറയണേ? അവർ മത്സരിച്ച് ജയിച്ച് കാണിക്കട്ടെ. ഒരാളെ മോശമാക്കി വെച്ചിട്ട് ഒരാളെ മോശമാക്കിക്കൊണ്ടല്ല ജയം വരേണ്ടത്. അൻസിബ പറ്റി എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ചോദിക്കട്ടെ. ഇത്ര സ്ത്രീക്ക് വേണ്ടി സംസാരിക്കുന്ന, സ്ത്രീകൾക്ക് വേണ്ടി എന്തും പറയുന്ന ഒരാളെന്ന രീതിയിൽ കുക്കു പരമേശ്വരൻ അൻസിബ പറ്റി അതിൽ തന്നെ ഒരു സഹപ്രവർത്തകൻ വളരെ മോശകരമായിട്ട് 2 വീഡിയോ ചെയ്തു. ചെയ്യിപ്പിച്ചത് ഇവർ ഈ പറയുന്ന ആൾക്കാരെ കൂടിയാണ്. എന്നാൽ പിന്നെ എങ്ങനെ ചെയ്തെങ്കിൽ അയ്യോ ഞങ്ങൾ വരണ്ട, അയ്യോ മോശമായിപ്പോയി അൻസിബ പറ്റി പറഞ്ഞ ഒരു പെണ്ണെന്ന രീതിയിലാണ് നമ്മൾ പ്രതികരിച്ചു. അത് മോശമാണ്, അത് അങ്ങനെ സംസാരിക്കാൻ പാടില്ല, അത് ഒരു സ്ത്രീ പബ്ലിക്കിന് മുന്നിൽ കൊണ്ട് അപമാനിക്കാൻ പാടില്ല. നമ്മളതിനെ അവരുടെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടായില്ലല്ലോ, കാരണം അവർ പറയത്തില്ല. കാരണം അവർ പറഞ്ഞിട്ടുള്ള മുഖേനയാണ് ഈ വീഡിയോകളൊക്കെ വരുന്നത്. ഞാനപ്പം ഗ്രൂപ്പിലിട്ടു, ഇത് അനൂപ് പറയുന്നത് ഒരുപാട് നാവുകൾക്ക് വേണ്ടിയാണ് അനൂപ് ഇത് പറയുന്നത്. ഞാനത് പറഞ്ഞു. അപ്പം ഞാൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നോട് ദേഷ്യം ഉണ്ടാവും. ഞാനെല്ലാം ഇങ്ങനെ തുറന്ന് പറയുന്ന ആളാണ്. എനിക്ക് പറയണേ കാലത്തരം പറയാൻ എനിക്ക് അറിയത്തില്ല. ഞാനുള്ള കാര്യം സത്യസന്ധമായിട്ട് പറയും. ഈ അമ്മ വലിയ ഒരു കുടുംബത്തിലെ മക്കളാണ്, എല്ലാവരും ഇത് കുറേ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന ഒരു അഗ്നിപർവ്വതം പൊട്ടിയതാണോ ഈ സംഘടനയുടെ തെരഞ്ഞെടുപ്പ്? അല്ലല്ല, ആ തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ ഇതിൻ്റെ കുക്കു പരമേശ്വരൻ ഇത് സത്യം പറയുന്നത് പുറത്തോട്ട് വന്നില്ലായിരുന്നു. കാരണം നമ്മുടെ ഉള്ളിൽ തന്നെ ഇത് പരിഹാരം ഉണ്ടാവണം, നന്നാക്കി പോകണം എന്ന് വിചാരിച്ചൊക്കെ തന്നെയാണ് നമ്മൾ ഇത്രയും കാലം ഇതൊന്നും പുറത്തോട്ട് വരായിരുന്നത്. ഇല്ല സംസാരിച്ചു, അതൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. ഇല്ല. എല്ലാവരും ഇരിപ്പുണ്ട്, ഞാനും ഒക്കെ ഇരിപ്പുണ്ട്. കുറേ ആൾക്കാർ പറഞ്ഞു. അപ്പോൾ എന്നോട് ചേച്ചിക്കൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല, എനിക്ക് വല്ല അനുഭവം ഉണ്ടായാലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതിന് അതിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല. നമ്മളൊക്കെ പിന്നെ എന്തെങ്കിലും ഉണ്ടായതിന് അപ്പം തന്നെ നമ്മൾ അതിനുള്ള മറുപടിയും കൊടുത്ത് നമ്മൾ അതിന് 15 കൊല്ലം നോക്കിയൊന്നും ഇരിക്കത്തില്ല നമ്മൾ പറയാൻ. നമ്മൾ ആ സ്പോട്ടിൽ കൊടുത്തിരിക്കും. എൻ്റെയൊക്കെ ക്യാരക്ടർ അങ്ങനെയാണ്. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചായിരുന്നു. അത് മെമ്മറി കാർഡാണ് ഞങ്ങളിപ്പോൾ അതിന് പറയുന്ന മെമ്മറി കാർഡാണ്. എൻ്റെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എപ്പോൾ കൊണ്ടുപോയിട്ട് ഞാൻ കൊടുത്തു എന്ന് ചോദിച്ചാൽ പോരെ. എൻ്റെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു പ്രസ് മീറ്റിന് ഞാൻ ഉണ്ടാവത്തില്ല, ഞാൻ അപ്പം തന്നെ എത്തിക്കുകയുള്ളൂ. അവർ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന ബാബുവും ബാബുവും മറ്റേ നമ്മുടെ കുക്കു പരമേശ്വരനും കൂടെ ഇന്ന് ജയിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഓരോ ഇനി പല കാര്യങ്ങൾ ഇറങ്ങും ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചിട്ടൊക്കെ ഇവിടെ അല്ലാതെയും പരസ്പരം എന്തിനല്ലേ അമ്മ എത്ര നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സംഘടനയാണ്. മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഗോപിയൊക്കെ ഒരു നന്നായിട്ട് പോയൊരു സംഘടനയെ ആവശ്യമില്ലാതെ ഈ ആൾക്കാർ വന്ന് വെട്ടിമുറിച്ച് അത് പറഞ്ഞ് ഇത് പറഞ്ഞ് എന്തിനാ മനുഷ്യന്മാർ തമ്മിൽ കാണാനുള്ളതല്ല. നമ്മളൊക്കെ ഈ ലോകത്തുനിന്ന് മരിച്ചു പോകുന്നവരല്ലേ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവരിങ്ങനെയൊക്കെ ജയിക്കാൻ വേണ്ടിയിട്ട്? കഷ്ടമുണ്ട് പറയാം. എനിക്ക് സങ്കടം അതല്ല, ഇതെല്ലാം കൂടെ കൊണ്ട് താഴോട്ട് വീണ് പോയാൽ പാവപ്പെട്ട അമ്മമാർ കുറേ പേരുണ്ട്, പെൻഷൻ മേടിക്കുന്നവരുണ്ട് 122 പേര്, 56 കിടപ്പ് രോഗികളുണ്ട്. ഇവരുടെയൊക്കെ അവസ്ഥയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്കതൊക്കെ ഓർക്കുമ്പോൾ ഒരു വിഷമം. ഉണ്ട് അറിയാം, പിന്നെ തീർച്ചയായും എപ്പോഴും നമ്മളത് പറയാറുള്ളത്. അവർ കേസ് നടന്നുകൊണ്ടിരിക്കുമല്ലേ, കേസാ, അത് നമുക്കറിയാം. പിന്നെ അത് തന്നെയല്ല, ഇടവേള ബാബു ഇരുന്ന സമയത്ത് 2 കോടി സംതിങ് ആയിരുന്നു നമുക്ക് അമ്മയിൽ നീക്കിയിരിപ്പുണ്ടായിരുന്നത്. ബാബുരാജിൻ്റെ ടീം വന്നപ്പോൾ അത് 1 കൊല്ലം കൊണ്ട് 7 കോടി അടുത്തുണ്ട് ബാലൻസ്. അപ്പോൾ ഈ ബാബുവും ബാബുവും അൻസിബ ഹസനോട് ഇത് കട്ടുമുടിക്കും എന്നൊക്കെ പറഞ്ഞ് വാർത്ത വെളിയിൽ വന്നേക്കുന്നത്. ഇത്ര അവർക്ക് ഉണ്ടാക്കാമെങ്കിൽ പിന്നെ ഇവരെന്തിനാണ് കട്ടുമുടിക്കുന്നത്? അത്രയും പൈസ ഇപ്പോൾ ഉണ്ട് നമ്മുടെ അമ്മയുടെ അക്കൗണ്ടിൽ, ഇത്ര പൈസ ഉണ്ട് ഇപ്പോൾ. എല്ലാം നല്ല തന്നെയായിരുന്നു. പിന്നെ നല്ല മത്സരിക്കട്ടെ, നല്ല കാര്യമല്ലേ. നമ്മുടെ ദേവേട്ടനുണ്ട്, ദേവേട്ടൻ മത്സരിക്കട്ടെ. നമുക്ക് അമ്മയ്ക്ക് നമ്മുടെ പ്രസിഡൻ്റായിട്ടിരിക്കാൻ പറ്റിയ ആൾക്കാർ നമ്മൾ അവർക്ക് വോട്ട് ചെയ്യുക, അത്രമാത്രം. അയ്യോ എനിക്ക് തുടരണമായിരുന്നു. പിന്നെ ജഗദീഷിയൊക്കെ എനിക്ക് തുടരണം തന്നെയായിരുന്നു ആഗ്രഹം. ഒരിക്കലും മാറാൻ പാടില്ലായിരുന്നു. അങ്ങനെ എന്താ പറയണത്, അങ്ങനെ മാറിക്കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു ജഗദീഷ്. അത് എന്താണെന്ന് അറിയത്തില്ല. പുള്ളിയുടെ അപ്പുറത്തെ പുള്ളിക്ക് ഇതുപോലെ എന്തൊക്കെയോ മാനസിക വിഷമങ്ങൾ ഉണ്ടായെന്ന് തോന്നുന്നു. അല്ലാതെ തന്നെ എന്തോ വിഷമമൊക്കെ വന്നിട്ടായിരിക്കും മാറിയത്. ഞങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടായി മാറിയപ്പോൾ.
നവ്യയ്ക്ക് എന്താ, നവ്യ ലാസ്റ്റ് നിമിഷത്തിൽ മാറിക്കളഞ്ഞു. നവ്യയ്ക്ക് മൊത്തത്തിൽ എല്ലാത്തിനോട് ചേഞ്ച് വന്നില്ലേ, കംപ്ലീറ്റ് എല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യയും അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ അധികം ചോദിച്ചില്ല, കാരണം കുഞ്ഞുങ്ങളോട് അവർക്ക് നമുക്കൊരിക്കലും ഒരാളെ നിർബന്ധിച്ച് നിർത്താൻ പറ്റത്തില്ല. അവരുടെ ഇഷ്ടത്തിനല്ലേ അവർ നിൽക്കുന്നത്. നിൽക്കും മോളെ എന്ന് പറഞ്ഞ് നമ്മൾ അത് തന്നെ വന്നു. ഇതിനകത്ത് കൂട്ടായ്മ തുടങ്ങിയപ്പോൾ നവ്യാനേരം അത് ന്യൂസ് വന്നു. നവ്യാനേരം ഞാനും ഉഷയും കൂടെ ഇങ്ങനെ മുന്നോട്ട് ഇലക്ഷന് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ പറഞ്ഞ് ഞാൻ കുറേ കാര്യമൊക്കെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് മാധ്യമങ്ങൾ എന്നാ പറഞ്ഞതും എഴുതിയതും നിങ്ങൾ ഇങ്ങനെ അറിഞ്ഞ് കേട്ട് പറഞ്ഞതൊക്കെ. ഞങ്ങൾക്ക് ഒത്തിരി വിഷമമുണ്ട്. ഞാൻ വിചാരിച്ചു ഈ മാധ്യമങ്ങൾ എന്താ നമ്മളാരെങ്കിലും ഒന്ന് വിളിച്ചു ചോദിക്കാൻ മേലെ, എന്നിട്ട് ഇവർക്ക് ഇത് വാർത്ത കൊടുക്കാൻ മേലെ ഇവരെന്താ ഇങ്ങനെ പബ്ലിക്കിനെ നമ്മളെയൊക്കെ ഇങ്ങനെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അത്രയും ഒരുപാട് മനസ്സിൽ വിഷമിച്ചായിരുന്നു ഞാൻ. പിന്നെ ഓർത്ത് എന്തെങ്കിലും കാര്യം ആരെങ്കിലും ചോദിക്കുമ്പം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അതിനെ ഞാൻ വിട്ടു. ഞാൻ ഉണ്ട്, രണ്ടുപേരുടെ കയ്യിലും ഉണ്ട്. 2 ക്യാമറയാണ് വെച്ചിരുന്നത്. എന്തിനാ 2 ക്യാമറ? ഞങ്ങൾ കഥ പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ 2 ക്യാമറ അപ്പുറം ഇപ്പുറം ക്യാമറ ഇരിപ്പം. 2 ക്യാമറ എന്തിനാ? മൈക്ക് ഇല്ല, മൈക്ക് മേശപ്പുറത്തൊരു മൈക്ക് വെച്ചിട്ടുണ്ട്. ഞങ്ങളെന്താ ഇരിക്കുകയല്ലേ, അപ്പം ഇതുപോലൊരു മൈക്ക് അതിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുക. അവിടെ നിന്ന് ചോദിച്ചു. അപ്പോൾ റെക്കോർഡ് ചെയ്യുമല്ലേ, അപ്പോൾ ചോദിക്കുന്നുണ്ടല്ലോ. ഉഷയും പ്രിയങ്കയാണ് ചോദിച്ചത് എന്തിനാ റെക്കോർഡ് ചെയ്ത്. അയ്യോ ഇല്ല, കണ്ടിട്ടില്ല. അതൊന്നും എന്നാ പറയാൻ, അത് നമുക്ക് ഇങ്ങനെയൊക്കെ ഭാവിയിൽ വരുമെന്ന് എടുക്കും നമ്മൾ അറിയുന്നില്ലല്ലോ. ഞങ്ങൾക്ക് വീഡിയോയും വേണം. കുക്കു പരമേശ്വരൻ ഒരിക്കലും ഇലക്ഷൻ നിൽക്കാൻ പാടില്ല. കാരണം ഇങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് അമ്മ സെക്രട്ടറി സ്ഥാനത്ത് നമുക്ക് താല്പര്യമില്ല. വ്യക്തിപരമായിട്ട് എനിക്ക് താല്പര്യമില്ല. ഇനി അംഗങ്ങളോട് എനിക്കറിയത്തില്ല. കാരണം ഞാനും ഭയക്കുന്നു. കാരണം ഇവരിങ്ങനെ ഇത്രയും കള്ളത്തരവും ഇത്രയും ഇങ്ങനെയൊക്കെ പറയാൻ ചങ്കൂറ്റം അവർക്കുണ്ടെങ്കിൽ അമ്മയ്ക്കുള്ളിലെ നമ്മുടെ സ്ത്രീകൾ സുരക്ഷിതരായിരിക്കില്ല. ഒന്നും തീരുമാനിച്ചിട്ടില്ല. അതൊക്കെ നമ്മൾ ആലോചിക്കണം. എനിക്ക് തന്നെ പറയാൻ പറ്റത്തില്ല അത്. കാരണം ഞാൻ അതിലൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ ഡിസൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വല്ലതും പറഞ്ഞിരിക്കണം. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോട് പറയാൻ പറഞ്ഞു, നിർബന്ധിച്ചു. എനിക്കൊന്നും പറയാനില്ല. എനിക്കെന്തെങ്കിലും മനസ്സിൽ വിഷമം ഉണ്ടായാലേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് അങ്ങനെ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ട് ഞാൻ അപ്പം തന്നെ അവിടെ തീർത്ത് അതിനുള്ള സമാധാനം കൊടുത്തിട്ട് പോരുന്ന ഒരാളാണ് ഞാൻ. പിന്നീട് പറയാൻ വേണ്ടി ആരുടെ മുന്നേ ഞാൻ നിൽക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന മെമ്മറി കാർഡ് നമുക്ക് കിട്ടണം. അതിന് പോവാ പോകുന്നുണ്ടോ എന്നെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ഞാൻ കുറച്ച് ദിവസമായിട്ട് നല്ല പനിയും എൻ്റെ സൗണ്ട് നിങ്ങൾ കേട്ടില്ല. എൻ്റെ സൗണ്ട് ഇങ്ങനെ അല്ലല്ലോ, സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുന്നത്. തീർച്ചയായും നമുക്ക് ചുമ്മാ നിന്ന് പറയരുത്. ഇനി ആ മെമ്മറി കാർഡ് നമുക്ക് കിട്ടണം. ഇനി ഇത് വാർത്ത വെളി വരുമ്പോൾ ഇതെല്ലാം നശിപ്പിച്ച് കളയുമോ അല്ലെങ്കിൽ ഇതെങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പം നമ്മളെപ്പോലെയുള്ള ഒരാൾക്കാർ സത്യം പറഞ്ഞാലും അത് നാളെ അത് തിരിഞ്ഞു വന്നിട്ട് പറയും, അയ്യോ എന്നാൽ പൊന്നമ്മ പറഞ്ഞു എല്ലാം കേട്ടോ അങ്ങനെ മാറ്റാന്നൊക്കെ പറയും. ഒരിക്കലും അല്ല സത്യസന്ധ അത് ഷൂട്ട് ചെയ്ത് എല്ലാവരും ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് അത് നമ്മൾ എത്തേണ്ട വേണ്ടിയാണ് നമ്മളിത് ഷൂട്ട് ചെയ്തത്. നിങ്ങളുടെ പരിഹാരം കിട്ടി സാധനം കമ്മിറ്റ് പോയി. വീണ്ടും പൊങ്ങിയത് അപ്പോഴാണ്. ഇത് വീണ്ടും പൊങ്ങിയപ്പോഴാണ് ടപ്പേന്നും പറഞ്ഞാൽ ഇറങ്ങിപ്പോയി ഗിഫ്റ്റ്. കാരണം നിന്നാതെ അറിയാതെ കയറി വരുമെന്നറിയാം. പക്ഷേ ഉഷ ഇതൊരിക്കലും പുറത്ത് വന്ന് മാധ്യമങ്ങളോട് പറയുന്നു വിചാരിച്ചില്ല. ഉഷ പറഞ്ഞതിൻ്റെ ബാലൻസാണ് ഞാനിപ്പോൾ ഇവിടെ നിന്നിട്ട് പറയുന്നത്.